വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹെയർ പാമ്പറിങ് വ്ലോഗാണ് കേട്ടോ. സോ ഇതെൻ്റെ ആഫ്റ്റർ വാഷാണ്. ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 സ്പൂൺ റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് വേണം. സോ നമുക്ക് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് നമുക്കൊരു 3 സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്തിട്ട് ഒരു 1 കപ്പ് വെള്ളത്തിൽ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. നന്നായി തിളപ്പിച്ചതിന് ശേഷം ഇതിനൊരു സ്ലൈമി കൺസിസ്റ്റൻസി വരും. കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് വേഗം ഇതിന് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അരിക്കാൻ പറ്റില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ മിക്സ് ഒരുപാട് തിക്കാണെങ്കിൽ നമുക്ക് കുറച്ച് റൈസ് വാട്ടർ ഒഴിച്ചാൽ അത് കുറച്ച് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഒരു ഹെയർ മാസ്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടും. എൻ്റെ ഹെയർ ഒരുപാട് ഫ്രിസി ആയതുകൊണ്ട് ഞാനിതിൽ 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഓരോ സെക്ഷൻസായി തിരിച്ചിട്ട് ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിൽ ഒരുപാട് അപ്ലൈ ചെയ്യാതിരിക്കുക, ബിക്കോസ് അത് വാഷ് ചെയ്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വീക്ക്ലി വൺസ് നമുക്ക് ഹെയറിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയറിന് സ്കാൽപ്പൊക്കെ ഒന്ന് ക്ലീൻ ആവാനും അതുപോലെ ഹെയർ സ്ട്രാൻഡ്സിനൊക്കെ ഒരു നറിഷ്മെൻറ്റ് കൊടുക്കാനും ഇത് അത്യാവശ്യമാണ്. എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസിയാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ മന്തും ഇങ്ങനെ ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ്സ് തലയിൽ ലീവ് ചെയ്തിട്ട് പിന്നെ വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇത് ഞാൻ നോർമൽ വാട്ടർ കൊണ്ടാണ് വാഷ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഷാമ്പൂ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ എൻ്റെ സ്കാൽപ്പിൽ റോസ്മേരി വാട്ടറാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബിക്കോസ് ഇത് ഭയങ്കര നമ്മുടെ സ്കാൽപ്പ് നല്ല ഫ്രഷ് ആക്കും. അതിൽ ഡാൻഡ്രഫ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. റോസ്മേരി വാട്ടർ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 വീക്ക് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നീട് അത് യൂസ് ചെയ്യേണ്ട, പുതിയതായി പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്കൊരു ഹെയർ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫ്രിസി ഹെയറിനൊക്കെ ഒന്നുകൂടെ മാനേജബിൾ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ല് ഇതുപോലെ ഒരു ലിവിൻ ജെല്ല് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്ര ഫ്രിസി അല്ലാത്തൊരു ഹെയർ നമുക്ക് കിട്ടും. ഭയങ്കര മാനേജബിൾ ആയിട്ടുള്ളൊരു ഹെയർ നമുക്ക് കിട്ടും. ഇത് നമുക്ക് വീക്ക്ലി വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിനൊക്കെ ഭയങ്കര ഹെൽത്തി ആക്കും, നല്ല ലെസ് ഫ്രിസി ആക്കും. ഹെയർ പാമ്പറിങ് ഡേ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.